അങ്ങനെയാണല്ലോ അത്. നെഗറ്റീവ് അങ്ങനെ തന്നെ പറയണ്ട, സത്യം പോലെ പറയണ്ട. കുറച്ച് കാലം മുന്നേ ട്വിറ്ററിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കുറച്ച് ഇന്ത്യക്കാർ ഒരു ബസ്സിൽ ഇരുന്നിട്ട് പാട്ട് പാടുകയും അവിടെയുള്ള സിറ്റിസൺസ് അതിലൊരു ബുദ്ധിമുട്ട് കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇതിനെ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ റീലുകൾ ഇടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വിഷയമാണിത്. അതായത് എന്താണ് ഇന്ത്യക്കാരുടെ വിദേശ രാജ്യങ്ങളിലെ അവസ്ഥ, എന്താണ് അവിടെയുള്ള സിറ്റിസൺസ്, അവിടെയുള്ള ആളുകൾ ഈ രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള കാരണം, ഇത് മാറ്റാണ് എന്താണ് മാർഗം. നമ്മൾ ഇന്ന് വിദേശത്തുള്ള എല്ലാ രാജ്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ UK, കാനഡ പോലുള്ള രാജ്യങ്ങളെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. മലയാളി സ്റ്റുഡൻസ് MBBS പഠിക്കുന്ന രാജ്യങ്ങളിലുള്ള കുട്ടികളുടെയും അവിടെയുള്ള ആളുകളുടെയും അവസ്ഥയെ കുറിച്ചാണ്. കാരണം ഈ രാജ്യങ്ങളിലാണ് ഞാൻ നേരിട്ട് പോയിട്ടുള്ളതും അവിടെയുള്ള ആളുകളെ നേരിട്ട് അറിയുന്നതും അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ളത്. ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അബ്രോഡ് പോകുന്ന കുട്ടികളൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, ഇങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അബ്രോഡ് കൾച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഫുൾ വീഡിയോ നമ്മുടെ ഫോറിൻ ഡിഗ്രി യൂട്യൂബ് ചാനൽ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആവും.